Module 5 Personal Selling. Personal selling is oral communication with potential buyers of a product with an intention of making a sales. It is the oldest form of product promotion and it helps and encourages customers to purchase a goods through use of oral presentation. The role of sales personnel is highly significant in personal selling. They search, identify, meet, communicate, and convince the consumers to carry out sales in personal selling. Sometimes sales force communicates with the prospective consumers over phone and email. അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതും ഒരു പ്രൊമോഷണൽ മെഷറാണ്. കസ്റ്റമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയും മോട്ടീവ്. ഇവിടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലിംഗ് ആണ്. ഒരു പേഴ്സൺ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് കൺവിൻസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് അവരായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഓവർ ടെലിഫോൺ ആകാം, ഓവർ മെയിൽ ആവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റിങ്ങും ആവാം. ഓക്കെ, ദെൻ ഒരു പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയും ഇൻറ്റൻഷൻ. ഇവിടെ ഓറൽ പ്രസൻറ്റേഷൻ ആണ് വരുന്നത്. അഡ്വർടൈസിങ് പോലെയൊന്നുമല്ല, ഇവിടെ ഓറലായിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻ കമ്പാരിസൺ ടു അതർ പ്രൊമോഷൻ ടൂൾസ് പേഴ്സണൽ സെല്ലിംഗ് ഡിഫർ ഇൻ ദ ഫോളോയിങ് വേയ്സ്. ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ള പ്രൊമോഷണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള പ്രൊമോഷണൽ എലമെൻറ്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് അതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇറ്റ് യൂസസ് ഫ്യൂവർ റിസോഴ്സസ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഫ്യൂവർ റിസോഴ്സസ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു പേഴ്സണെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. അതുപോലെ ബാക്കിയുള്ള എക്സ്പെൻസസും ഇവിടെ കുറവായിരിക്കും. ദെൻ നെക്സ്റ്റ് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സെയിൽസ് പേഴ്സണലിൻ്റെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഇവിടെ വേണം. കാരണം ഒരു സെയിൽസ് പേഴ്സണലാണ് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. ഓക്കെ, പ്രൈസസ് നെഗോഷിയേറ്റഡ്. ഇവിടെ കൺസ്യൂമേഴ്സിന് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഡയറക്റ്റ് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾക്കത് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഡയറക്റ്റ് അവരെ വിളിക്കുന്നത് പേഴ്സണൽ സെല്ലിംഗ് ഏജൻ്റാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈസ് നെഗോസിയേഷൻസ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Then selling of complex products are involved. Selling of car is an example. The customers require the help of sales personnel to understand its important features. ഇപ്പോൾ കോംപ്ലക്സ് പ്രോഡക്റ്റ്, അതായത് കുറച്ചുകൂടിയും ഫീച്ചേഴ്സൊക്കെ കുറേ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു പേഴ്സണൽ സെല്ലിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണലിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് പ്രോഡക്റ്റിൻ്റെ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Then there is some contact between the buyer and seller at the time of sales and after the sales. അപ്പോൾ സെയിൽസിൻ്റെ ടൈമിലും ആഫ്റ്റർ സെയിൽസും ഈ സെയിൽസ് പേഴ്സണും അതുപോലെ തന്നെ ബയറും സെല്ലറും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Then the purchase tends to involve large sum of money. നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് പ്രോഡക്റ്റിനെയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ് ഇവിടെ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡെഫിനിഷൻസ്. ഇവിടെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെഫിനിഷനുകൾ പറയുന്നുണ്ട്. The American Marketing Association defines personal selling as oral presentation in conversation with one or more prospective purchasers for the purpose of making sales. അപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി രണ്ട് പേഴ്സൺസ് തമ്മിൽ അല്ലെങ്കിൽ വൺ ഓർ മോർ പേഴ്സൺസ് തമ്മിലുള്ള ഡയറക്റ്റ് കോൺവെർസേഷനാണ്, ഓറൽ പ്രസൻറ്റേഷനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളതിൽ പറയുന്നത്. ദെൻ according to William J. Stanley, personal selling consists of individual personal communication in contrast to mass relatively impersonal communication of advertising, sales promotion and other promotional tools. അപ്പോൾ വില്യം ജെ സ്റ്റാൻലൺ പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ തമ്മിലുള്ള ഡയറക്റ്റ് കോൺവെർസേഷനാണ്. നമ്മൾക്ക് മാസ് കമ്മ്യൂണിക്കേഷനായിട്ടുള്ള അഡ്വർടൈസിങ്ങോ സെയിൽസ് പ്രൊമോഷനോ അതുപോലുള്ള ടൂൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. Then according to Philip Kotler,
it is personal selling defined as the face-to-face interaction with the prospective purchasers for the purpose of making sales. അപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി പർച്ചേസറും അതുപോലെ തന്നെ സെയിൽസ് പേഴ്സണലും തമ്മിലുള്ള ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷനെയാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് nature of personal selling. Personal selling is an interpersonal part of promotion mix and can include face-to-face communication, telephone communication, video or web conferencing. ഇവിടെ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ പാർട്ട്, അതായത് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അവിടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, വയ ടെലഫോണിലൂടെ വരുന്നുണ്ട്, ദെൻ വീഡിയോ ഓർ വെബ് കോൺഫറൻസിങ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള ഇൻ്റർപേഴ്സണലായിട്ട് ഉള്ള ഒരു മെത്തേഡാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ആൻ ഇൻഡിവിജ്വൽ ആക്ടിംഗ് ഫോർ എ കമ്പനി ബൈ പെർഫോമിംഗ് വൺ ഓർ മോർ ഓഫ് ദി ആക്ടിവിറ്റീസ് സച്ച് ആസ് പ്രോസ്പെക്റ്റിംഗ്, ദാറ്റ് ഈസ് സെർച്ചിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആൻഡ് സർവീസിങ്. ഇവിടെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണൽ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയല്ല. മെയിനായിട്ട് അവർ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിനെ സെർച്ച് ചെയ്യുക, ദെൻ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ദെൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ദെൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസാണ് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ സെല്ലിംഗ് ഇൻവോൾവ്സ് two-way flow of communication between the buyer and seller designed to influence a person's or group of purchase decision. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൻ്റെയോ പർച്ചേസ് ഡെസിഷന് മാറ്റുന്ന രീതിയിൽ ഒരു ബയ്യറും സെല്ലറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, two-way കമ്മ്യൂണിക്കേഷൻ ആണ് പേഴ്സണൽ സെല്ലിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് പെർസ്വേഷൻ ഓഫ് കൺസ്യൂമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്വേഡ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ മോട്ടീവ്. ദെൻ ഇറ്റ് അറ്റംപ്റ്റ് ടു വിൻ ബയേഴ്സ് കോൺഫിഡൻസ്, എന്നുവെച്ചാൽ ഒരു പ്രോഡക്റ്റിൽ ബയ്യറിനുള്ള ഒരു കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു നേച്ചർ. ദെൻ പേഴ്സണൽ സെല്ലിംഗ് ഇസ് എൻ എഡ്യൂക്കേഷൻ പ്രോസസ്. ദ സെയിൽസ് ഫോഴ്സ് എഡ്യൂക്കേറ്റ്സ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദ ബെനിഫിറ്റ് ആൻഡ് യൂസ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൂടിയാണ്. കൺസ്യൂമേഴ്സിന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ അവയർനെസ് കൊടുക്കുന്നത് പേഴ്സണൽ സെല്ലിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൂടെ ആണ്. Then a personal selling is a flexible tool in promoting sales. It can adapt to needs of a specific buyer. Salesman can present his ideas or message to fit the needs of buyer. നമുക്കറിയാം, നമ്മളുടെ വീട്ടിലൊക്കെ വരുന്ന സെയിൽസ് പേഴ്സൺസ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ആ ടൈമിൽ നമുക്ക് എന്താണോ ആവശ്യമെന്ന് അവർക്ക് തോന്നുന്നത് ആ ഒരു ആവശ്യം അനുസരിച്ച് അവരുടെ വാക്കുകളിലും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന അവരുടെ പ്രസൻറ്റേഷനിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് കൺസ്യൂമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് സെയിൽസ്. Then the importance of personal selling can be studied from the point of view of manufacturer as well as consumers. ഇവിടെ രണ്ട് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സ്റ്റഡി ചെയ്യുന്നത്. ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് മാനുഫാക്ചറർ ആൻഡ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് കൺസ്യൂമേഴ്സ്. മാനുഫാക്ചറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് പേഴ്സണൽ സെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഇറ്റ് ക്രിയേറ്റ്സ് ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ കൺസ്യൂമേഴ്സ് ആൻഡ് ഹെൽപ്പ് ദ മാനുഫാക്ചറേഴ്സ് ടു എക്സ്റ്റെൻഡ് ദ മാർക്കറ്റ് ഫോർ ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതായത് ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരിക്കും. ആ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് കുറച്ച് സെയിൽസ് പേഴ്സൺസിനെ നമ്മൾ വിടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് പല ഏരിയാസിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ ക്യാൻവാസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻ പേഴ്സണൽ സെല്ലിംഗ്, സെല്ലേഴ്സ് ഹാവ് പേഴ്സണൽ കോൺടാക്റ്റ് വിത്ത് ദ ബയർ ആൻഡ് ലേൺ ദ ചോയ്സ് ആൻഡ് ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. This help them to give a valuable information to the manufacturers for modification and improvement of the product. ഇവിടെ മാനുഫാക്ചറേഴ്സും അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിംഗ് ഏജൻറ്റും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. ദെൻ പ്രൊഡക്റ്റ് ഇങ്ങനെ പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൺസ്യൂമേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും കുറേ ഇൻഫർമേഷൻസ് ആ പ്രൊഡക്റ്റിൽ വരുത്തേണ്ട ചേഞ്ചുകളും കാര്യങ്ങളെയും കുറിച്ചൊക്കെ
ഈ സെയിൽസ് പേഴ്സണൽസിന് അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ച് മാനുഫാക്ചറേഴ്സിന് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്സും മോഡിഫിക്കേഷൻസും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഴ്സണൽ സെല്ലിങ് മാനുഫാക്ചറേഴ്സിന് ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് കൺസ്യൂമേഴ്സ്. Personal selling helps the consumers in selling goods best suited to their requirements and taste as it involves face-to-face communication. ഇവിടെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റിന് അവരുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. Then personal selling provides information to the consumers about new products introduced in a market. ഒരു മാർക്കറ്റിൽ ഇറക്കുന്ന പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കാനായിട്ട് ഒരു പേഴ്സണൽ സെല്ലിംഗ് വഴി സാധിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഫേമിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസിനെയോ അങ്ങോട്ട് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അങ്ങനെ വരുന്നില്ല. ഡയറക്റ്റ് പേഴ്സണൽ സെല്ലിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ നമ്മളായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then through personal selling that consumers come to know about the use of new products in the market. The sellers demonstrate the product before the buyer and explain the use of the product. ദെൻ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഇതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഒരു പ്രോഡക്റ്റിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് തന്നുകൊണ്ടാണ് പേഴ്സണൽ സെല്ലിംഗ് ഏജൻറ്റ് നമ്മൾക്ക് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മോട്ടീവ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. ദെൻ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഡെമോൺസ്ട്രേഷനും കൊടുക്കുന്നുണ്ട്. ദെൻ പേഴ്സണൽ സെല്ലിംഗ് gives an opportunity to the consumers to register their complaints and difficulties in using the product and get them settled immediately. പേഴ്സണൽ സെല്ലിംഗ് വഴി നമ്മളുടെ ഏജൻസി മെയിൽ വഴിയോ അല്ലെങ്കിൽ ടെലിഫോൺ വഴിയോ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളുടെ കംപ്ലയിൻസ് ഡയറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാനും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാനും സാധിക്കുന്നു. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.